മറ്റു വാർത്തകൾ നോക്കാം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ച. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിലേക്ക് അയക്കേണ്ട പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കിയില്ല. മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നും പിതാവ് ജയപ്രകാശ് പ്രതികരിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാകുന്നതിന് ഇടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച പുറത്തുവരുന്നത്. സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച് വിജ്ഞാപനമിറക്കിയെങ്കിലും ആഭ്യന്തര വകുപ്പ് പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കിയില്ല. കേസുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പെർഫോമ റിപ്പോർട്ട്. കേസ് എന്തുകൊണ്ട് സിബിഐക്ക് വിടുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പെർഫോമ റിപ്പോർട്ടിൽ ഉണ്ടാകും. വിജ്ഞാപനത്തോടൊപ്പം ഈ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തിയാണ് ആഭ്യന്തര വകുപ്പ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ സമീപിക്കേണ്ടത്. ഈ റിപ്പോർട്ട് കേന്ദ്രം സിബിഐ ഡയറക്ടർക്ക് കൈമാറും. തുടർന്നാകും സിബിഐ അന്വേഷണത്തിൽ തീരുമാനമെടുക്കുക. നടപടികൾ ഇങ്ങനെയായിരിക്കെയാണ് അന്വേഷണത്തിൽ വിജ്ഞാപനമിറക്കി നാളിത്രയായിട്ടും സർക്കാർ നടപടി വൈകിപ്പിക്കുന്നത്. അന്വേഷണം വൈകുന്നതിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. സിബിഐക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് സിബിഐ ഒരു ഏറ്റെടുത്തായിട്ട് കഴിഞ്ഞ ഈ 2-3 ദിവസം മുമ്പ് വരെ ഏറ്റെടുത്തായിട്ട് യാതൊരു അറിവുമില്ല. സിബിഐ ഏറ്റെടുത്തിട്ടില്ല ശരിക്കും ഒഫീഷ്യലായിട്ട്. പിന്നാലെ അടിയന്തരമായി റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ സർക്കാർ DGPയോട് ആവശ്യപ്പെട്ടു. അതേസമയം യഥാസമയം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിന് ഒരുങ്ങുകയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. അന്വേഷണം നീണ്ടാൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.